ഖുബാ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ആ ഖുബാ പള്ളിയുടെ ഖുബ്ബയുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് മേലോട്ട് നോക്കൂ. അവിടെ 2 ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങളുടെ നേരെ താഴെ ഭൂമിയിലായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചു വന്ന ഒട്ടകം ഖസ്വാ മുട്ടുകുത്തിയത്, ഖസ്വാ എത്തിച്ചേർന്നത്. അവിടെയാണ് എന്റെയും നിങ്ങളുടെയും പുണ്യ നബി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയത്, കുറച്ചു നാള് താമസിച്ചത്. പിന്നീട് അതേ ഒട്ടകം മുട്ടുകുത്തിയ മറ്റൊരു പോയിന്റിലാണ് മസ്ജിദുൻ നബവി നിൽക്കുന്നത്. ചരിത്രം പറയാനുള്ള നേരമല്ല. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ ഒരു റബീഉൽ അവ്വലിൽ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്നേ ദിവസവും ഖസ്വാ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ ഖസ്വാ വെള്ളം കുടിച്ചില്ല, ഖസ്വാ ഭക്ഷണം കഴിച്ചില്ല. കരഞ്ഞു 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 മദീനയിൽ തന്നെ കിടന്ന് മദീനയിൽ വെച്ച് മരിച്ചുപോയി. ആ ഖസ്വാഇന്റെ ഒരു കുളമ്പായിരുന്നെങ്കിൽ നാളെ പരലോകത്ത് ഓടിച്ചെല്ലാൻ ഒരു ന്യായമുണ്ടായിരുന്നു. ആ മൃഗത്തിന്റെ ശരീരത്തിലെ ഒരു രോമമായിരുന്നെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമർന്നിരുന്നതിന്റെ മധുരമുണ്ടായിരുന്നു. ആ ഖസ്വാഇന്റെ നെറ്റിത്തടത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാടി രോമങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്. ആ ഖസ്വാഇന്റെ മുതുകിൽ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര തവണയാണ് ഇരുന്നത്, എത്ര വട്ടമാണ് യാത്ര ചെയ്തത്. ഖസ്വാഇന്റെ കാലുകളുടെ മൂല്യമുള്ള കാലുകളുണ്ടോ ഈ പ്രപഞ്ചത്തിൽ? പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തെ വഹിച്ച് അറബ് നാട്ടിലെ മാമലകളിലൂടെ, മലമടക്കിലൂടെ, മണൽപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ മഹാനിയോഗമല്ലേ ആ ഒട്ടകത്തിന് കിട്ടിയത്? അതിന്റെ കാലിലെ ഒരു രോമമായിരുന്നെങ്കിൽ, അതിന്റെ ഒരു കുളമ്പായിരുന്നെങ്കിൽ നാളെ സ്വർഗത്തിലെത്താൻ ഒരു വഴിയായിരുന്നല്ലോ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുകയാ.